നമസ്കാരം. മാസത്തിൽ ഒരു തവണ പ്രസിദ്ധീകരിച്ചിരുന്ന വാർത്താപത്രങ്ങളിൽ നിന്ന് അനുനിമിഷം ന്യൂസ് നോട്ടിഫിക്കേഷൻ വരുന്ന കാലത്തേക്ക് നമ്മൾ സഞ്ചരിച്ചതിന് 1.5 പതിറ്റാണ്ടിൻ്റെ ദൈർഘ്യമുണ്ട്. ആ കഥ ആശയവിനിമയ രംഗത്തെ ഏറ്റവും ഒടുവിൽ നമ്മൾ ആർജിച്ച അതിനൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അറിയിക്കുകയാണ്, അനുഭവിപ്പിക്കുകയും കൂടിയാണ് ഈ ഗ്രീൻ ഫ്ലോർ. XR ഹൊറൈസൺ PRDയുമായി ചേർന്നാണ് ഈ യാത്രയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. കേരളീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പത്രവായന. കേരളത്തിലെ സാംസ്കാരിക ചരിത്രത്തിലേക്ക് മികച്ച സംഭാവന നൽകിയവരിൽ പത്രങ്ങളുടെ പങ്ക് വലുതാണ്. പത്രങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ധാരാളം സാംസ്കാരിക നായകരുള്ള നാടാണ് കേരളം. കേസരി ബാലകൃഷ്ണപിള്ള, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, കൗമുദി ബാലകൃഷ്ണൻ, സഹോദരൻ അയ്യപ്പൻ എന്നിങ്ങനെ നീളുന്നു ആ നീണ്ട നിര. ഓരോ മലയാളിയുടെയും പ്രഭാത ദിനചര്യയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ് പത്രമാധ്യമങ്ങൾ. അത് മാതൃഭൂമിയിൽ തന്നെ തുടങ്ങണമെന്നില്ല. ഒരു ചായക്കൊപ്പം നമ്മളെ ഉണർത്തിയ ആ പത്രസുഹൃത്ത് മാതൃഭൂമിയോ മനോരമയോ മംഗളമോ ഏതുമാകാം. കേരളത്തിൽ സജീവമായി തന്നെ പത്രങ്ങളുണ്ട്. അതിൻ്റെ തുടക്കം എവിടെ നിന്നായിരുന്നു? ഏതായിരുന്നു കേരളത്തിൻ്റെ ആദ്യ പത്രം? ആ പ്രസിദ്ധീകരണ ചരിത്രത്തിൻ്റെ നാഴികക്കല്ലുകൾ നമുക്ക് ഒന്ന് ഓർത്തെടുക്കാം. നമുക്ക് പുറകിൽ ഈ വന്നു ചേരുന്നത് ഓരോന്നും ഓരോ കാലത്ത് നാം പരിചയിച്ച, നമുക്കിപ്പോഴും പരിചയമുള്ള പത്രങ്ങളുടെ ദൃശ്യങ്ങളാണ്. ഹെർമൻ ഗുണ്ടർട്ട്, ഈ പേര് കേൾക്കാത്ത മലയാളി ഉണ്ടാകില്ല. അദ്ദേഹത്തിൽ നിന്നാണ് ഒരു പ്രസിദ്ധീകരണ തുടക്കം കേരളത്തിലുണ്ടായത്. ക്രിക്കറ്റ്, സർക്കസ്, കേക്ക് എന്നിങ്ങനെ 3 സീകൾക്ക് തലശ്ശേരി പ്രസിദ്ധമാണ്. മറ്റൊരു സിയും കൂടിയുണ്ട്, അതായത് കമ്മ്യൂണിക്കേഷൻ. സത്യത്തിൽ കമ്മ്യൂണിക്കേഷനും തലശ്ശേരിയുമായി ബന്ധമുണ്ട്. കാരണം ആദ്യ പത്രമായ രാജ്യസമാചാരം തലശ്ശേരിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ കണ്ടതാണ് പത്രവിശേഷങ്ങളെങ്കിൽ ഇനി റേഡിയോയുടെ വരവാണ്. നാം എല്ലാവരും കാതോർത്തിരുന്ന ഒരു മൂളിച്ചയുണ്ടായിരുന്നു. ഡിവൈസുകളിലേക്ക് ഇരച്ചു വരുന്ന പല ശബ്ദങ്ങളെയും നോയ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ സിഗ്നലുകൾ തടസ്സപ്പെടുത്തുന്നത് അല്ലെങ്കിൽ തടസ്സപ്പെടുന്നത് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര അരോചകമാണല്ലേ. പക്ഷേ ഈ തടസ്സങ്ങൾ പോലും നമ്മൾ ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു. ഈ പഴയ റേഡിയോ പെട്ടിയിലൂടെ ആ പഴയ കാലത്തിലേക്ക് നമുക്ക് ഒന്ന് പോയി വരാം. सम्प्रति वार्ताः श्रूयन्ताम्. प्रवाचकः ബലദേവാനന്ദ സാഗര. നമസ്കാരം. ഇത് ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി. സമയം ഇപ്പോൾ 5 മണി കഴിഞ്ഞു 51:48 ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ LTTE അംഗമായ തനു എന്നറിയപ്പെടുന്ന തേൻമൊഴി രാജരത്നം ആത്മഹത്യാ ബോംബറായി ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് കൊലപ്പെടുത്തി. റേഡിയോ നമ്മൾ കണ്ടു, നമ്മൾ പല കാലത്ത് കേട്ട കാര്യങ്ങളാണ്. വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ, അല്ലെങ്കിൽ ഹക്കീം കൂട്ടായി, അല്ലെങ്കിൽ വയലും വീടും, പ്രിയ ഗീതങ്ങൾ, ചലച്ചിത്ര ശബ്ദരേഖകൾ, നാടകങ്ങൾ, എത്ര റേഡിയോ ഓർമ്മകൾ. വയലും വീടും നേരെ കത്തിരിക്കാണല്ലോ. അങ്ങനെ തന്നെ. ശരി, പുലരിച്ചീറ്റ് പുരോട്ടൂർ. ഞങ്ങളെ മറന്നിട്ടില്ലെന്ന വിശ്വാസത്തോടെ എഴുതട്ടെ. ആരെയും യുവാടി മറക്കാറില്ല. അതെ, ആരാണ് എഴുതുന്നത്? ബാലകൃഷ്ണൻ, പുഷ്പ, സ്വപ്ന, സന്ദേശ്, കൊയിലാണ്ടി. വീണ്ടും കടന്നു വരാനുള്ള കൊതിയോടെയാണ് കേട്ടോ എഴുതുന്നത്. ഓ, ആയിക്കോട്ടെ. ഇത് നമ്മൾ ആദ്യം കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയ തലമുറ റേഡിയോ ആണ്. ഈ റേഡിയോ എന്ന് പറയുന്നത് ഒരു യന്ത്രോപകരണം മാത്രമല്ല, അതൊരു വികാരം തന്നെയായിരുന്നു. ഒരു നിറപുഞ്ചിരിയോടെ നമുക്ക് ആ റേഡിയോ ഓർമ്മകൾ ഒന്നുകൂടി ഒന്ന് കേൾക്കാം. ജീവനുള്ള പ്രതിമകൾ എം രാജീവ് കുമാർ എഴുതിയ നാടകം. ഒരു കൊച്ചു സന്ധ്യയുദിച്ചു,
മലർക്കവിളിൽ ഞാൻ കോരിത്തരിച്ചു, കരിനീല കണ്ണു നനഞ്ഞു, എന്റെ കരളിലെ കിളിയും കരഞ്ഞു, കരിനീല കണ്ണുള്ള പെണ്ണേ. അപ്പോൾ ഇത് റേഡിയോയുടെ കാലമാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്ത തലമുറ കമ്മ്യൂണിക്കേഷൻ ഉപാധി. ടോണിയും സ്റ്റാറും ഒക്കെ കേരളത്തിൽ കൂടുതൽ ടെലിവിഷൻ ചാനലുകൾ ആലോചിക്കുന്ന കാലമാണ് ഇത്. പാട്ടിനൊരു ചാനൽ, ഡാൻസിനൊരു ചാനൽ, സിനിമയ്ക്കൊരു ചാനൽ, സ്പോർട്സിന് മാത്രമായി മറ്റൊരു ചാനൽ. ഇന്ന് എന്തും നമ്മുടെ വിരൽ തുമ്പിലുണ്ട്. എന്നാൽ അന്ന് ഒരു ആൻറ്റിന കാറ്റിലാടിയാൽ കഥ കഴിഞ്ഞു. ഒരു നാട് തന്നെ ഒരു സ്വീകരണ മുറിയിൽ ഇരുന്ന പഴയ ടി വി കാഴ്ചകളുണ്ടല്ലോ, അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇത് മിസ്റ്റർ ബട്ട്ലർ സോഡ മേക്കർ കൊണ്ടുണ്ടാക്കിയതാണ്. ഇതൊക്കെ പല തലമുറ ടി വികളാണ്. ഈ പുതിയ കാല ടി വി എല്ലാ സാങ്കേതിക അനുഭവങ്ങളും നമുക്ക് തരുന്നുണ്ട്. OTT പ്ലാറ്റ്ഫോമുകളുടെയും വലിയ ഗ്രാഫിക്സ് ഷോകളുടെയും എല്ലാം അരങ്ങായി ഈ സ്മാർട്ട് ടി വികൾ മാറിക്കഴിഞ്ഞു. സ്ക്രീനിൽ കാണുന്നതിൻ്റെ ഗന്ധം അറിയാനാകുന്ന ടി വികൾ വരെ ഇനി വിപണിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇത് ടി വിയുടെ കഥയാണെങ്കിൽ ഇനി അടുത്ത തലമുറ ആശയവിനിമയ ലോകത്തിന് പുതിയ മാനങ്ങൾ നെയ്ത സ്മാർട്ട് ഫോണിൻ്റെ വളർച്ചയെപ്പറ്റി പറയേണ്ടതില്ലല്ലോ. സ്മാർട്ട് ഫോൺ വിപണി കാത്തിരുന്ന iPhone 15 സീരീസുകൾ ഇതാ കഴിഞ്ഞ മാസമാണ് പുറത്തു വന്നത്. ട്വിറ്റർ എക്സായി മാറിയത് അതിന് തൊട്ടു മുൻപാണ്. വാട്സാപ്പ് ചാനൽ വന്നതും ഈയിടെയാണ്. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചാനലുകളും ഡിവൈസുകളും ഒക്കെ ഒരുപോലെ മാറുന്നു. ലൈക്കുകളും ഡിസ്ലൈക്കുകളുമായി നമ്മൾ സദാ സജ്ജരായി ഈ മാറ്റങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. 1973 മോട്ടറോളയിലെ ഡോക്ടർ മാർട്ടിൻ കൂപ്പറായിരുന്നു കയ്യിൽ കൊണ്ടു നടക്കാവുന്ന ആദ്യത്തെ മൊബൈൽ ഫോൺ രൂപകൽപ്പന ചെയ്തത്. 50 വർഷങ്ങൾക്കിപ്പുറം ഫോണുകൾ നമ്മുടെ ഒരു അവയവം തന്നെയായി മാറിയിരിക്കുന്നു. ഓർക്കുട്ടിലൊക്കെ തുടങ്ങിയ നമ്മുടെ സോഷ്യൽ മീഡിയ കമ്പം ഇന്ന് ഇൻസ്റ്റാഗ്രാമിലേക്ക് എത്തി നിൽക്കുന്നു. ഇത്രയൊന്നുമല്ല മാധ്യമ ചരിത്രം. ഒരു ഓട്ടപ്രദക്ഷിണം മാത്രമാണ് ഇത്രയും. കണ്ടതിലേറെ കാണാനിരിക്കുന്നു, അനുഭവിച്ചതിലേറെ അനുഭവിക്കാനിരിക്കുന്നു. തൽക്കാലം XR ഹൊറൈസൺ സൈനിങ് ഓഫ്.